ഹായ് ഓൾ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ മൂന്നാമത്തെ സെഷൻ ആണ്. ഓക്കെ, തേർഡ് ആൻഡ് ഫൈനൽ സെഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. സോ വെൽക്കം ടു അനദർ സെഷൻ ഓഫ് എംഫേവർ. ഞാൻ റേസ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ മെയിൻലി പാർട്ട്ണർഷിപ്പ് എന്ന ടോപ്പിക്കാണ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ മെയിൻലി ബിസിനസ്സുകൾ, മറ്റു കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? സോ അങ്ങനെ ബിസിനസ് എൻവയോൺമെന്റിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് എന്ത്? പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ രണ്ടോ അതിലധികമോ ആളുകൾ കൂടി ചേർന്നിട്ട് ഒരു കച്ചവടം നടത്തുന്ന, ഒരു ബിസിനസ് നടത്തുമ്പോൾ എന്തുണ്ടാവുന്നു? പാർട്ട്ണർഷിപ്പ് ഉണ്ടാവുന്നു അല്ലേ? സോ പാർട്ട്ണർഷിപ്പിൽ ബേസിക്കലി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോഫിറ്റ്, ലാഭം ഉണ്ടാവും അല്ലേ? പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് നടത്തുന്ന സമയത്ത് ലാഭം ഉണ്ടാവും അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാവും. ഓക്കെ, സോ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുന്ന സമയത്ത് പ്രോഫിറ്റ് നമുക്ക് ഏത് റേഷ്യോയിൽ വീതിക്കാം, പ്രോഫിറ്റ് ഏത് റേഷ്യോയിൽ നമുക്ക് വീതിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതുകൊണ്ട് നോക്കുന്നത്. ഓക്കെ, ശരി 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 ശരി. സോ നമ്മൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല്, നമ്മളെ ബേസിക്കലി നമ്മളാണ് ഒരു കച്ചവടം നടത്തുന്നതെങ്കിൽ പ്രോഫിറ്റ് കൂടുതൽ കൊടുക്കുക ആർക്കാണ്? ഇൻവെസ്റ്റ്മെന്റ് കൂടുതലുള്ള ആൾക്കാണ് അല്ലേ? അപ്പൊ പ്രോഫിറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻവെസ്റ്റ്മെന്റ് ആണ്. എത്ര രൂപ ഇടുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും. നമ്മൾ ഒരു വർഷത്തേക്ക് 10,000 രൂപ ഇട്ട ഒരാളുണ്ട്, 12,000 രൂപ ഇട്ട ഒരാളുണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ പ്രോഫിറ്റ് ആർക്ക് കൊടുക്കുക? 12,000 രൂപ ഇട്ട ആൾക്കാരെ കൊടുക്കുക ആണ്. സോ അതേപോലെ തന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് സമയവും മറ്റൊരു ഫാക്ടറാണ്. കൂടുതൽ സമയം ഈ ഒരു പാർട്ണർഷിപ്പിൽ നിന്ന ആളാണ്, ഈ കച്ചവടത്തിൽ നിന്ന ആളാണ് ആരാണ്? അവർക്കും നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ എമൗണ്ട് കൊടുക്കുന്ന ഒരു ശീലം വരും അല്ലെ? സോ പ്രോഫിറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻവെസ്റ്റ്മെന്റ് ആണ്, ആൻഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ടൈമും ആണ്. പ്രോഫിറ്റ് ടൈമിനും ഇൻവെസ്റ്റ്മെന്റിനും ഡയറക്ട്ലി എന്താണ്? പ്രൊപ്പോർഷണൽ ആണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ശരി. സോ ഒരു ജനറൽ കേസ് പറയാം. ഓക്കെ, ലിസൺ. ഒരു ജനറൽ കേസ് പറയാം ഞാൻ. സപ്പോസ് നമ്മൾ I1 എന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഫസ്റ്റ് രണ്ട് പേഴ്സൺസ് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് പേഴ്സൺ എന്ത് ചെയ്തു? I1 എന്ന ഇൻവെസ്റ്റ്മെന്റ് T1 സമയത്തേക്ക് ഇട്ടു. സെക്കൻഡ് പേഴ്സൺ I2 എന്നൊരു ഇൻവെസ്റ്റ്മെന്റ് ഇട്ടു. എത്ര സമയത്തേക്കാണ്? T2 സമയത്തേക്കാണ് ഇട്ടതെന്ന് വിചാരിക്കാം. ഓക്കെ, സോ മൊത്തം പ്രോഫിറ്റ് P എന്ന പ്രോഫിറ്റ് കിട്ടി. P എന്നൊരു എമൗണ്ട് മൊത്തം പ്രോഫിറ്റ് കിട്ടി. അതിനെ നമ്മൾ എന്ത് ചെയ്യും? P1 P2 ഡിവൈഡ് ചെയ്യും. ടോട്ടൽ പ്രോഫിറ്റ് P ഈക്വൽ എന്തായിരിക്കും? P1 പ്ലസ് എന്തായിരിക്കും? P2 ആയിരിക്കും. സോ പ്രോഫിറ്റിന്റെ റേഷ്യോ, P1ന്റെയും P2ന്റെയും റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? I1 T1 is to എന്തായിരിക്കും? I2 T2 എന്ന റേഷ്യോയിലായിരിക്കും എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, ഓർ നമുക്ക് എന്ത് പറയാം? P1 ഡിവൈഡഡ് ബൈ P2 is equal to എന്തായിരിക്കും? I1 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? സോറി, I1 T1 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? I2 T2 ആയിരിക്കും. റെഡി? ഓക്കെ അല്ലേ? സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റുകളുടെ റേഷ്യോ ആണ് കേട്ടോ. സോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്രയാണ്? ഫസ്റ്റ് പേഴ്സൺ എത്രയാണ്? I1 ഇൻവെസ്റ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ പേഴ്സൺ I2 ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഫസ്റ്റ് പേഴ്സൺ എത്ര സമയത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? T1 സമയത്തേക്കാണ്. രണ്ടാമത്തെ പേഴ്സണോ T2 സമയത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രോഫിറ്റിന്റെ റേഷ്യോ എന്തായിരിക്കും? P1 by P2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? T1 by T2 ആയിരിക്കും. ഓക്കെ, റെഡി? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ശരി 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 ശരി. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഇനി ന്യൂമറിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾ പറയാം കേട്ടോ. ഓക്കെ, നോക്കിക്കോട്ടെ. ന്യൂമറിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾ പറയാം. 3 പേര്, A, B, C, ഇങ്ങനെ 3 പേര് വന്നിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്താണ്.
ഫസ്റ്റ് ആൾ ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:3:4 ആണ്. ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എന്താണ്? 2:3:4 ആണ്. എത്ര സമയത്തേക്കാണ് നടത്തുന്നത്? സമയത്തിന്റെ റേഷ്യോ എന്താണ്? 3:2:5 ആണ്. അങ്ങനെ ചോദിക്കുന്നത് എന്താണ്? പ്രോഫിറ്റിന്റെ റേഷ്യോ ആണ് ചോദിക്കുന്നത്. പ്രോഫിറ്റിന്റെ റേഷ്യോ കിട്ടുന്ന നമുക്ക് എന്ത് ചെയ്യാം? 2:3 ഇവിടെ എത്ര വരും? 6 വരും. 3:2 ഇവിടെ എത്ര വരും? ഇവിടെ വീണ്ടും 6 വരും. ഇവിടെ 4:5 എത്ര വരും? 20 വരും. സ്മോളസ്റ്റ് റേഷ്യോയിലേക്ക് വരുമ്പോൾ എന്ത് വരും? 3:3:10 വരും കേട്ടോ. സോ ദിസ് വിൽ ബി ദെയർ റേഷ്യോ. മനസ്സിലായോ? അതായത് ഇൻവെസ്റ്റ്മെന്റ് ഇൻടു ടൈം, ഇൻവെസ്റ്റ്മെന്റ് ഇൻടു ടൈം, ഇൻവെസ്റ്റ്മെന്റ് ഇൻടു ടൈം, അതാണ് പ്രോഫിറ്റിന്റെ എന്ത് വരിക മക്കളെ? റേഷ്യോ വരിക. റെഡി? സോ ഇൻവെസ്റ്റ്മെന്റ് ഇൻടു ടൈം, ഇൻവെസ്റ്റ്മെന്റ് ഇൻടു ടൈം, ഇൻവെസ്റ്റ്മെന്റ് ഇൻടു ടൈം, മൂന്ന് കേസിലും ഇൻവെസ്റ്റ്മെന്റ് ഇൻടു ടൈം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വേണ്ട റേഷ്യോ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? നമുക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. ഓക്കെ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. മൂന്ന് കേസിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻവെസ്റ്റ്മെന്റ് ഇൻടു ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ പ്രോഫിറ്റിന്റെ റേഷ്യോ കിട്ടി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ശരി ശരി ശരി. So next question, A started a business by investing 36,000 and after 4 months B joined him with some investment. എത്രയാണെന്നുള്ള അറിയില്ല കേട്ടോ. സം ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പറഞ്ഞത്. സോ എ എന്ന പേഴ്സൺ സ്റ്റാർട്ട് ചെയ്തപ്പം അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 36,000 ആണ്. 4 മന്തിന് ശേഷം ആഫ്റ്റർ 4 മന്ത് എന്ത് ചെയ്തു? ബി ജോയിൻഡ് ഹിം വിത്ത് സം ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? At the end of the year, the total profit was divided between them in the ratio 9:7. Total profit എത്രയാണ് ഡിവൈഡ് ചെയ്ത്? 9:7 ആണ്. How much capital was invested by B എന്നാണ് പറഞ്ഞത്. At the end of the year എന്നുള്ള ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ എന്ത് ചെയ്താൽ? ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ എന്ത് വരും? ടൈമും വരും. ഇൻവെസ്റ്റ്മെന്റും ടൈമും വരും. അടിയിലായിട്ട് എന്ത് വരും? പ്രോഫിറ്റ്. ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് വരുന്നത്? ഫസ്റ്റ് പേഴ്സൺ എ 36K. ബി എത്രയാണെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. ടൈം പറയും. എ എത്ര വരുന്നുണ്ട്? 12 മാസവും വരുന്നുണ്ട് അല്ലേ? ബിയോ? ബി 8 മാസമേ വരുന്നുള്ളൂ അല്ലേ? അവരുടെ ഇതിന്റെ റേഷ്യോ എത്രയാണ്? 9:7 എന്ന റേഷ്യോയിലാണ് ആര് വരുന്നത്? 9:7 എന്ന റേഷ്യോയിലാണ് അവരുടെ എന്ത് വരുന്നത്? അവരുടെ പറയൂ. അവരുടെ 9:7 എന്ന റേഷ്യോയിലാണ് അവരുടെ എന്ത് വരുന്നത്? അവരുടെ പ്രോഫിറ്റിന്റെ റേഷ്യോ വരുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ P1 by P2 is equal to P1 by P2 is equal to എന്താണ്? I1 T1 divided by എന്ത് വരും? I2 T2. റെഡി? സോ P1 9 ആണ്. 9 by 7 is equal to I1 എത്രയാ? 36 ഇൻറ്റു T1 എത്രയാ? 12. 12 മാസം, ഒരു വർഷം കേട്ടോ. 4 മാസത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ 8 മാസം വരും. ഓക്കെ, നമുക്ക് I2 അറിയില്ലല്ലോ. I2 ഇങ്ങനെ വെക്കുക. I2 ഇൻറ്റു T2 എത്രയാ? 8 വരും. റൈറ്റ്. ഓക്കെ ഫൈൻ. നോക്കുക എത്ര? 3 ടൈംസ്. ഇവിടെ എത്ര വരും? 2 വരും. 36-ൽ 2 എത്ര പ്രാവശ്യം? 18 പ്രാവശ്യം. 9-ൽ 18 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം അല്ലേ? സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 9 ഇല്ല, ഇവിടെ 1 ഉള്ളൂ അല്ലേ? സോ I2 ഈസ് ഈക്വൽ ടു എത്ര വരും? 3 ഇൻറ്റു 2 6, 6 ഇൻറ്റു 7 42 വരും. 42,000 വരും നിങ്ങളുടെ ആൻസർ കേട്ടോ. സോ ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ? ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? റെഡി? ഓക്കെ അല്ലേ? ശരി ശരി ശരി. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓവർ. ഈ രീതിയിലാണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? ജനറേറ്റ് ചെയ്യപ്പെടുക കേട്ടോ.
ഈ ടൈപ്പിലാണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്തെടുക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് വായിച്ചെടുക്കാൻ ലെങ്തി ആണെങ്കിൽ പോലും നമുക്ക് എന്താണ് ചെയ്തു വരുമ്പോൾ എന്തായിരിക്കും, പക്ക സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. ഒരു എല്ലാം വളരെ സുഖമായിട്ട് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. റെഡി? ഓക്കെ, ശരി. അടുത്ത് A, B and C become partners in a business. A contributes 1/3 of the capital for 1/4 of the total time. Okay, total time. B contribute 1/5 of the capital for 1/6 of the total time, and C invests rest of the capital for the whole time. If the total profit was 1820, then the share of A in the total profit ആണ് ചോദ്യം അല്ലേ? ഓക്കെ, സോ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നോക്കാം, നമുക്ക് വേണ്ട എന്താ, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ടൈം ഉണ്ട്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളല്ല ഇവിടെ കിടക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റും കിടക്കുന്നുണ്ട്, അതുപോലെ എന്ത് കിടക്കുന്നുണ്ട്, ടൈം കിടക്കുന്നുണ്ട്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് കിടക്കുന്നത്. സോ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, 1/3, 1/5, പിന്നെന്താണ് റെസ്റ്റ്, ബാക്കി എത്രയാണുള്ളത് അല്ലേ? ഓക്കെ, സോ ഇൻവെസ്റ്റ്മെന്റ് ഫസ്റ്റ് ആള് എത്രയാണ്, 1/3 അല്ലേ, 1/3 ഓഫ് ടോട്ടൽ. രണ്ടാമത്തെ ആളോ, B contributes 1/5 of the total capital. Okay, 1/5. A, B, C. C contributes how much? C എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് മക്കളെ? 1/3 plus 1/5 എത്രയാ? 5 plus 3 എത്ര വരും? 8/15 വരും. സോ 1 എന്ന് ടോട്ടൽ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കുമല്ലോ, 1 ആണല്ലോ ടോട്ടൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. 1 എന്ന് 8/15 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 7/15 കിട്ടും. ഇവിടെ എത്ര കിട്ടും മക്കളെ? 7/15 കിട്ടും അല്ലേ? ശരി. സോ ഇതിന്റെ LCM എന്താണ്? 1/3, 1/5, 7/15. ഇവരുടെ LCM എന്താണ്? ഈ ഡിനോമിനേറ്റേഴ്സിന്റെ LCM എന്താണ്? 15 ആണ് അല്ലേ? ഇതിന് മൊത്തത്തിൽ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എത്ര വരും? ഇവിടെ എത്ര വരും? ഇവിടെ 5, ഇവിടെ 3, ഇവിടെ എത്ര വരും? 7 വരും അല്ലേ? ക്ലിയർ? ഇതൊരു ടൈമിന്റെ കേസ് ആണെങ്കിൽ ഫസ്റ്റ് കേസിൽ എത്ര വരുന്ന? 1/4 ഓഫ് ദ ടോട്ടൽ ടൈം എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കേസിൽ എത്ര വരുന്നത്? 1/6 ഓഫ് ദ ടോട്ടൽ ടൈം എന്ന് വരുന്നുണ്ട്. 1/6 ഓഫ് ദ ടോട്ടൽ ടൈം എന്ന് പറയുന്നുണ്ട്. അടുത്ത കേസിലോ ഫുൾ ടൈം ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, ശരി. സോ പറ, ഡിനോമിനേറ്ററിന്റെ LCM എന്താണ്? 4ന്റെ 6ന്റെ LCM എന്താ? 12. 12 കൊണ്ട് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിന് 12 കൊണ്ട് മൾട്ടിപ്ലൈ എത്ര വരും? 3 വരും. ഇതിന് 12 കൊണ്ട് മൾട്ടിപ്ലൈ എത്ര വരും? 2 വരും. ഇതിന് 12 കൊണ്ട് മൾട്ടിപ്ലൈ എത്ര വരും? 12 വരും. ഓക്കെ, 3:2:12 വരും കേട്ടോ. അപ്പൊ പ്രോഫിറ്റ്, ആരുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ് കാണേണ്ടത്? എയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിച്ചാൽ മതി അല്ലേ? ക്ലിയർ? ടോട്ടൽ പ്രോഫിറ്റ് തന്നിട്ടില്ലേ? അപ്പൊ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 5 × 3 പറ 15, 3 × 2 പറ എത്ര? 6, 5 × 3 15, 3 × 2 6, 7 × 12 എത്ര? 84 അല്ലേ? സോ 84 പ്ലസ് 6 പറയും. സോ നമുക്ക് ഇതിനെ സ്മോളസ്റ്റ് ഫ്രാക്ഷനിലേക്ക് മാറ്റാം അല്ലെ? 5, 2, 84 എത്ര ടൈംസ് പോകും? 28 പ്രാവശ്യം. ഓക്കെ, സോ ഇൻ ടോട്ടൽ നമുക്ക് പറയുമ്പോൾ എന്താണ്? 18 പ്ലസ് 2 20, 18 പ്ലസ് 2 എത്ര? 28 പ്ലസ് 2 എത്ര? 30, 30ഉം 5 എത്ര വരും? 35 വരും. സോ 35 യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഇതാണ് പ്രോഫിറ്റിന്റെ റേഷ്യോ അല്ലേ? സോ ഈ 35 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടോട്ടൽ പ്രോഫിറ്റ് ആയിട്ടുള്ള 1820 ആണ്. സോ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും മക്കളെ? 1820 ഡിവൈഡഡ് ബൈ എത്ര വരും? 35 വരും. സോ നിങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടുക 52 ആയിരിക്കും. 182-ൽ 175-ൽ എത്ര ടൈംസ് പോകും? 175-ൽ 5 ടൈംസ് പോകും. ബാക്കി 7 ഉണ്ടാവും. 70-ൽ 2 ടൈംസ് 52 കിട്ടും കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എത്രയാ? ഒരു യൂണിറ്റ്
52 നമ്മുടെ ആൻസർ എയുടെ പ്രോഫിറ്റിന്റെ എമൗണ്ട് ആണ്. എത്ര ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് 15 യൂണിറ്റ് ആണോ 5 യൂണിറ്റ് ആണോ? നമുക്ക് ലാസ്റ്റ് എടുത്തത് ഏതാണെന്ന് നോക്കണ്ട, ലാസ്റ്റ് എടുത്ത റേഷ്യോ നോക്കണ്ട കേട്ടോ. 5 യൂണിറ്റ് ആണ്. അപ്പോൾ ഓക്കെ, സോ 5 യൂണിറ്റ് ഇസ് എത്ര വരും? 5 × 52 എത്ര വരും? 260 രൂപ വരും. ദാറ്റ്സ് ഇറ്റ്. അതായിരിക്കും നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. 260 രൂപയായിരിക്കും നിങ്ങളുടെ ആൻസർ. ഓക്കെ, ക്ലിയർ? സോ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈം കൺസ്യൂമിങ് ഉണ്ടാവാം. ഫസ്റ്റ് പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരാം? ടൈം കൺസ്യൂമിങ് ഒരു കൺസ്ട്രെയിൻ ആയിട്ട് വരാം. പക്ഷെ എന്താണ്, നിങ്ങൾ ചെയ്ത് ലെവലായി വരുമ്പോൾ എന്ത് വരും? ആ ടൈം കൺസ്യൂമിങ് ഇല്ലാതെയാവും പതുക്കെ. ഓക്കെ, ടൈം കൺസ്യൂമിങ് പതുക്കെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആ ഒരു പ്രശ്നമല്ലാതെ ആയി മാറും. ഓക്കെ, ക്ലിയർ? ശരി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലിസൺ. സോ അങ്ങനെ വരുന്ന സമയത്ത് ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. റെഡി? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ലിസൺ. ABC started a business with their investments in the ratio 1:2:4. Investments in the ratio 1:2:4. After 6 months, A invested half amount more. പകുതി കൂടി ഇൻവെസ്റ്റ് ചെയ്തു. ആസ് ബിഫോർ, മുമ്പുള്ള അതിന്റെ ഇത്ര ചെയ്തു? ഹാഫും കൂടെ ഇൻവെസ്റ്റ് ചെയ്തു. ബി ഇൻവെസ്റ്റഡ് സെയിം എമൗണ്ട് ആൻഡ് സി വിഡ്രോൺ 1/4. ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ഓക്കെ, സോ പറയൂ, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ പ്രോഫിറ്റ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ആണ്. എൻഡ് ഓഫ് ദി ഇയറിൽ അവരുടെ പ്രോഫിറ്റ് എത്രയാന്നുള്ളതാണ് ചോദ്യം. സോ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ, 3 ആൾക്കാരുണ്ടല്ലേ, എ ബി സി, പേര് കൊടുക്കാം. സോ അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ എന്താണ്? 1:2:4 ആണ്. ഓക്കെ, സോ എ എന്ത് ചെയ്യുന്നുണ്ട്? ഹാഫ് എമൗണ്ട് ഓഫ് ദ പ്രീവിയസ്, മുമ്പുള്ളതിന്റെ ഹാഫ് എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? റേഷ്യോ ഈ 1:2:4 വരുന്നതിന് ഡബിൾ ആക്കി. ഇപ്പോൾ കാൽക്കുലേഷൻ പർപ്പസ് കേട്ടോ. 2:4:8 ഡബിൾ ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? സോ നമ്മുടെ ടൈം നമുക്ക് എന്താണ്? ലേശം വാരിയിങ് ആയിട്ടുള്ള ടൈമാണ് വരുന്നത് അല്ലേ? സോ ഫസ്റ്റത്തെ ആളുടെ കേസ്, എയുടെ കേസ് ആണെങ്കിൽ, എയുടെ കേസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്തു? എ 2 ഇൻവെസ്റ്റ് ചെയ്തു. എത്ര 12 മാസവും ഉണ്ടാവും അല്ലേ? പക്ഷെ 6 മാസത്തിന് ശേഷം ഈ 2ന്റെ പകുതി ഒരു യൂണിറ്റോട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലേ? അത് എത്രയാ? 6 മാസത്തേക്ക്. ഈ ബിയുടെ കേസ് ആണെങ്കിൽ, ബിയുടെ കേസിൽ എന്താ? ഈ 4 ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എത്ര കാലത്തേക്ക്? 12 മാസം ഉണ്ടാവും. പ്ലസ് ഇതിന്റെ കൂടെ എത്ര എമൗണ്ട് കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്? സെയിം എമൗണ്ട് അല്ലെ? സെയിം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എത്ര? 6 മാസത്തേക്ക് കൂടെ. ഈ 4 എത്ര? 6 മാസത്തേക്ക് കൂടെ ഇൻവെസ്റ്റഡ് ആവും. ഓക്കെ, ക്ലിയർ? പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? 6 മാസത്തിന് ശേഷം സെയിം എമൗണ്ട് ബിഫോർ ആൻഡ് ബി ഇൻവെസ്റ്റഡ്, സി വിഡ്രോൺ 1/4 എന്ന് പറഞ്ഞു അല്ലെ? 6 മാസത്തിന് ശേഷം എന്ത് ചെയ്തു? സി 1/4 എന്ത് ചെയ്തു? വിഡ്രോൺ ചെയ്തു. അപ്പൊ ഫസ്റ്റത്തെ 6 മാസം എന്ത് ചെയ്യും? 8 × 6 അല്ലെ? 8 × 6 ആയിരിക്കും. അതായത് എന്ത്?
ഈ 8 യൂണിറ്റ്സ്, അതായത് എന്താ പറയുക, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്ര? 8 യൂണിറ്റ് അല്ലേ കിടക്കുന്നത് അവിടെ. 8 യൂണിറ്റ് ഫസ്റ്റത്തെ 6 മാസം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അതിനുശേഷമുള്ള 6 മാസം ഇതിന്റെ 1/4 കുറയും അല്ലെ. 8ന്റെ 1/4 കുറഞ്ഞാൽ എത്ര വരും മക്കളെ? 6 വരും അല്ലെ. 6 ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ത്? ബാക്കി 6 യൂണിറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്? പിന്നുള്ള 6 മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ റേഷ്യോ എന്താണ്? 1:2:4 ആണ്. അതിന് ഞാൻ എന്ത് ചെയ്തു? ഡബിൾ ചെയ്ത് 2:4:8 എത്തിച്ചു. ഓക്കെ അല്ലേ? അപ്പൊ ഫസ്റ്റത്തെ ആളെ സംബന്ധിച്ചിടത്തോളം, എ എന്ന ആളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അയാള് ഫസ്റ്റ് ഇട്ടിട്ടുള്ള ഈ 2 യൂണിറ്റ് എത്രയാണെന്നല്ലേ? 2x എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ. 2x, 4x, 8x എത്ര വേണമെങ്കിൽ ആവാം. 2000 ആവാം, 4000 ആവാം, 8000 ആവാം, 20000, 40000, 80000 ആവാം. 2ഉം 4ഉം 8ഉം തന്നെ ആവാം. വാട്ടവർ 2ന്റെയും 4ന്റെയും 8ന്റെയും റേഷ്യോയിൽ വരുന്ന ഏത് നമ്പേഴ്സും വരാം അല്ലെ. അപ്പൊ ഫസ്റ്റത്തെ 12 മാസത്ത് ഫസ്റ്റത്തെ ഈ 2 യൂണിറ്റ്സ് എത്ര മാസം പോകുന്നുണ്ട്? 2x12 പോകുന്നുണ്ട്. അതിലേക്ക് അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യുന്നു? ഈ എയുടെ എത്ര ഹാഫ് കൂടെ നമ്മൾ, അതായത് എന്താണ്, എ എത്രയാ? 2 യൂണിറ്റ്സ് ആണ്. അതിന്റെ ഹാഫ് 1 യൂണിറ്റ് എന്ത് ചെയ്യുന്നു? 6 മാസത്തേക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ 6 മാസത്തിന് ശേഷം ഇത്ര എമൗണ്ട് കൂടി ഇതിലേക്ക് ഇടുന്നു എന്നർത്ഥം. ഓക്കെ. ബിയുടെ കേസ് ആണെങ്കിൽ എങ്ങനെയാ? ബിയുടെ കേസ് ആണെങ്കിൽ വളരെ രസമാണ്. ഫസ്റ്റ് നമ്മൾ ഇട്ടിട്ടുള്ള ഈ 4 യൂണിറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? 12 മാസവും അവിടെ തന്നെ ഉണ്ട്. അതോടൊപ്പം 6 മാസം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? 4 യൂണിറ്റ് കൂടെ ഇടുന്നുണ്ട്. ആ 4 യൂണിറ്റ് എന്ത് ചെയ്യും? അടുത്ത 6 മാസം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അവിടെ കിടക്കും അല്ലെ. ദെൻ സിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? ഫസ്റ്റത്തെ 6 മാസം നമ്മൾ ഇട്ടിട്ടുള്ള 8 യൂണിറ്റ് അങ്ങനെ തന്നെ കിടക്കും അല്ലെ. അതിന് ശേഷമുള്ള 6 മാസം എന്താ സംഭവിക്കുന്നത്? ഈ 8ൽ നിന്ന് 1/4, 8ന്റെ 1/4 എന്ന് പറഞ്ഞാൽ എന്താ? 8/4 എന്താ? 2 യൂണിറ്റ്സ്, 2 യൂണിറ്റ്സ് കുറയും. 8ന്ന് 2 യൂണിറ്റ്സ് കുറഞ്ഞാൽ എന്താ? 6 യൂണിറ്റ്. 6 യൂണിറ്റ് എത്ര മാസത്തേക്ക് പോകും? പിന്നത്തെ 6 മാസത്തേക്ക് പോകും. ഓക്കെ, ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ പറയൂ, 2x12 24, 24 പ്ലസ് 6 ഇവിടെ എത്ര വരും? 30 വരും. 30:2 പ്രോഫിറ്റ് ആണ് പറയുന്നത്. 30:2. ഓക്കെ. 4x12 എത്രയാ? 48. 48ഉം 4x6 24 എത്ര വരും? 48ഉം 24ഉം 72. 8x6 48, 48ഉം 36 എത്ര? 84. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? സോ നമ്മൾ അതിനെ സിംപ്ലസ്റ്റ് റേഷ്യോയിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? 5:12 എത്ര വരും? 14 വരും. 5:12 വരും. ഓക്കെ, 5:12 എത്ര വരും മക്കളെ? 14 വരും. ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? നമ്മൾ ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദിയർ പ്രോഫിറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ അല്ലേ. 5:12:14 കിട്ടും. ഓക്കെ. സോ ഇത്തരം കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു ഏരിയയിൽ നിങ്ങളോട് ചോദിക്കാൻ സാധ്യത ഉള്ളത്. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? പക്കയായിട്ട് എന്ത് ചെയ്യണം? ഈ ഓരോ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാം? സീരിയസ് ആയിട്ട് എടുക്കുക, നല്ല രീതിയിൽ പഠിച്ചെടുക്കുക കേട്ടോ. ഓക്കെ, അത് മാത്രമേ രക്ഷയുള്ളൂ, വേറൊരു രക്ഷയില്ല കേട്ടോ. ABC are partners in a business. In the profit, A's share is 3/16 of the profit. B's share is 1/4 of the profit. If C received 243, then amount received by B will be. ഓക്കെ, ഞാൻ ടോട്ടൽ പ്രോഫിറ്റ്, ഈ ഒരു ക്വസ്റ്റ്യനിൽ ടോട്ടൽ പ്രോഫിറ്റ് ഞാൻ എന്തായാലും എടുത്തു? 16 യൂണിറ്റ്സ് ആയിട്ട് എടുത്തു. ഓക്കെ, അതിന്റെ 3/16 എന്ന് പറഞ്ഞാൽ എന്ത് വരും? എക്ക് കിട്ടുന്ന എത്രയായിരിക്കും? 3 യൂണിറ്റ്സ് ആയിരിക്കും. ബിക്ക് കിട്ടുന്ന എത്ര ആയിരിക്കും? ഇതിന്റെ 1/4 അല്ലെ. ഇതിന്റെ 1/4 എത്രയാ? പറയും നിങ്ങള്. 1/4 എന്ന് പറഞ്ഞാൽ 16 1/4 എത്രയാ? 4. ബിക്കോസ് ഞാൻ എന്താ വെച്ചാൽ ഡിനോമിനേറ്ററിൽ ഇവിടെ 16ഉം ഇവിടെ 4ഉം ആണല്ലോ ഉള്ളത്. ഇതിന്റെ രണ്ടിന്റെയും കൂടെ LCM ആയിട്ടുള്ള 16 ആണ് ഞാൻ എന്ത് ചെയ്തത്? ഞാൻ ടോട്ടൽ പ്രോഫിറ്റ് ആയിട്ട് ഞാൻ അസ്യൂം ചെയ്തത് കേട്ടോ. 16 യൂണിറ്റ്. അപ്പൊ 3 യൂണിറ്റ് എക്കും കിട്ടും, 4 യൂണിറ്റ് ബിക്കും കിട്ടും. ദെൻ റിമൈനിങ് എത്ര ഉണ്ട്? 3 + 4 7. 7 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 9 ഉണ്ട്. ആ 9 യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? സിക്ക് കിട്ടുന്ന ആ എമൗണ്ട് 243 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 9 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 243 ആണെങ്കിൽ എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈഡ് ആവുന്നത്? 27 കൊണ്ടാണ് മൾട്ടിപ്ലൈഡ് ആവുന്നത് അല്ലേ. സോ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ദെൻ എമൗണ്ട് റിസീവ്ഡ് ബൈ ബി എന്നാണ്. ബി റിസീവ് ചെയ്യുന്ന എമൗണ്ട് എത്രയാ? 4 യൂണിറ്റ് ആണ്. 4 യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 4 × 27 എത്ര കിട്ടും? 108 രൂപ കിട്ടും. ഓക്കെ, ദാറ്റ് ഇസ് യുവർ ആൻസർ. സോ 9 യൂണിറ്റ്സ് ആണ് ആർക്ക് കിട്ടുന്നത്? സിക്ക് കിട്ടുന്നത്. ദാറ്റ് വിൽ ബി 243. സോ 9നെ 243 എത്തിക്കണമെങ്കിൽ 27 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 4 യൂണിറ്റ് ബിക്ക് റിസീവ് ചെയ്യുന്ന എമൗണ്ട് പറഞ്ഞാൽ എന്തായിരിക്കും? 4 × 27 108 രൂപ കിട്ടും. അതായിരിക്കും നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. A and B
അടുത്ത ക്വസ്റ്റ്യൻ ആണ് എ ആൻഡ് ബി എന്ററിംഗ് ഇൻ ടു എ ബിസിനസ് ബൈ ഇൻവെസ്റ്റിംഗ് 40,000 ആൻഡ് 60,000 റെസ്പെക്റ്റീവ്ലി. 40,000 ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, 60,000 റെസ്പെക്റ്റീവ്ലി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നാൽപ്പതിനായിരം ആൻഡ് 60,000 റെസ്പെക്റ്റീവ്ലി. ആഫ്റ്റർ 6 മന്ത്, 6 മാസത്തിന് ശേഷം എ വിത്ഡ്രോൺ 8,000. എ എത്ര വിഡ്രോ ചെയ്തു? 8,000 വിഡ്രോ ചെയ്തു. വൈ ബി ഇൻവെസ്റ്റ് 6,000. ബി എന്ത് ചെയ്തു? 6,000 ഇൻവെസ്റ്റും ചെയ്തു. ഓക്കെ, ആഫ്റ്റർ 6 മന്ത് ഫ്രം ദ സ്റ്റാർട്ടിംഗ് ഓഫ് ബിസിനസ്. ഇവർ രണ്ടുപേരും ഈ കുനിഷ്ഠകൾ രണ്ടും ഒപ്പിക്കുന്നതിന് ശേഷമാണ് അല്ലെ. ഔട്ട് ഓഫ് ടോട്ടൽ എമൗണ്ട് പ്രോഫിറ്റ് ഇഫ് എ ഗെറ്റ്സ് 12,000. എക്ക് എത്ര കിട്ടുന്നുണ്ട്? 12,000 ആണ് പ്രോഫിറ്റ് കിട്ടുന്നതെന്ന് വിചാരിച്ചു. എക്ക് എത്ര കിട്ടുന്ന പ്രോഫിറ്റ്? 12,000 ആണ് പ്രോഫിറ്റ് കിട്ടുന്നതെന്ന് വിചാരിക്കാം. ഈ ക്വസ്റ്റ്യനിൽ ഈ 40,000 എന്നുള്ളത് നിങ്ങളൊന്ന് $48,000 നോക്കുക കേട്ടോ. ഓക്കെ, അതർവൈസ് ദ പ്രോഫിറ്റ് വിൽ നോട്ട് ബി ദ സെയിം. ഓക്കെ, റൈറ്റ്. സോ ക്വസ്റ്റ്യനിലേക്ക് വരാം. എ ബി എന്ന രണ്ടാൾക്കാരാണുള്ളത്. എ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 48,000 ആണ്. ബി ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്രയാണ്? 60,000 ആണ് അല്ലെ, റെസ്പെക്റ്റീവ്ലി. ആഫ്റ്റർ 6 മന്ത് എ വിഡ്രോൺ 8,000. 6 മാസം എന്ത് ചെയ്യുന്നുണ്ട്? ഈ 48,000 തന്നെ കൊണ്ട് നടക്കുന്നുണ്ട് അല്ലെ. സോ നമുക്ക് പ്രോഫിറ്റിലേക്ക് ഡയറക്ട്ലി പോവാം. 48K എത്ര സമയത്തേക്ക്? 6 മാസത്തേക്ക്. പ്ലസ് 8,000 വിഡ്രോ ചെയ്തു, വിച്ച് മീൻസ് 40,000 അടുത്ത 6 മാസത്തേക്ക്. ഒരു കൊല്ലത്തെ പരിപാടിയല്ലേ പറയുന്നുള്ളൂ മൊത്തം. ഓക്കെ, അറ്റ് ദ സെയിം ടൈം 60,000 ആണ് ആര് കൊടുക്കുന്നത്? ആര് ചെയ്യുന്നത്? നമ്മളുടെ എ. ആര് ചെയ്യുന്നത്? ബി ചെയ്യുന്നത്. എത്ര മാസത്തേക്ക്? ഫസ്റ്റത്തെ 6 മാസത്തേക്ക്. ഓക്കെ, 60K ഇൻറ്റു 6, 60K ഇൻറ്റു 6 പ്ലസ് അടുത്ത 6 മാസം 6,000 കൂടെ അധികം ഇടുന്നുണ്ട്. 66K ഇൻറ്റു എത്ര? 66K ഇൻറ്റു എത്ര പറയും? അറുപത്താറ് കെ ഇൻറ്റു പറഞ്ഞോളൂ എത്ര? അടുത്ത 6 മാസം അല്ലേ. ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. റൈറ്റ്. സോ നിങ്ങൾ നോക്കുക, ഇതാണ് നമ്മുടെ പ്രോഫിറ്റിന്റെ റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ. ഇതിന്റെ ടോട്ടൽ പ്രോഫിറ്റ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എക്ക് കിട്ടുന്ന എമൗണ്ട് പറഞ്ഞിട്ടുണ്ട് ചോദ്യത്തിൽ. നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യണ്ടേ. അപ്പം 6 എല്ലായിടത്തും ഉണ്ട്. 6 6 6 6 കട്ട്. ഓക്കെ, സെറ്റ് അല്ലേ. 6 എല്ലായിടത്തും ഉള്ളതുകൊണ്ട് അത് കട്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് കെ എല്ലാം കട്ടാവും കേട്ടോ. എല്ലായിടത്തും ഉള്ളതാണ്. നമുക്ക് റേഷ്യോയിലേക്കല്ല നമ്മൾ വരുന്നത്. ഇവിടെയും കെ ഉണ്ടായിരുന്നു, അതും കട്ടായി. ഓക്കെ, സോ ഇനി കട്ട് ചെയ്യാൻ പറ്റും 4 വെച്ച് കട്ട് ചെയ്യാൻ പറ്റും, 2 വെച്ച് കട്ട് ചെയ്യാം അല്ലേ. 2 വെച്ച് കട്ട് ചെയ്യാം, 3 വെച്ച് കട്ട് ചെയ്യാൻ പറ്റുമോ? ബിക്കോസ് നമ്മൾ 6 വെച്ച് കട്ട് ചെയ്തല്ലോ. ദെൻ 2 വെച്ച് കട്ട് ചെയ്യാം. ഇവിടെ എത്ര വരും? ഇവിടെ 33 വരും. ഇവിടെ എത്ര വരും? 30 വരും. ഇവിടെ 20 വരും. ഇവിടെ 24 വരും. സോ നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, സോ 24 പ്ലസ് 20 എത്ര? 44. 30 പ്ലസ് 33 എത്ര വരും? 63 വരും. 44:63.
ഈ 6 month ഉള്ളത് 3 month ആകട്ടെ ഈ ക്വസ്റ്റ്യനിൽ, അതർവൈസ് നിങ്ങളുടെ പ്രോഫിറ്റ് സെയിം വരത്തില്ല. അപ്പോൾ പ്രോഫിറ്റിന്റെ റേഷ്യോ നോക്കാം. 48K ഇൻറ്റു എന്ത്, ഫസ്റ്റത്തെ 3 മാസം അല്ലേ. അപ്പം അതിനുശേഷം എന്താണ്, 40,000 ഇവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എത്ര മാസത്തേക്ക് പോകും, ബാക്കിയുള്ള 9 മാസത്തേക്ക് പോകും. അറ്റ് ദ സെയിം ടൈം ഇവിടെ എന്തായിരിക്കും, 60K ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫസ്റ്റത്തെ 6 മാസം ചെയ്യുന്നത് അല്ലേ. അതിനുശേഷം എന്തായിരിക്കും, 66K ആയിരിക്കും എന്ത്, പിന്നത്തെ 6 മാസത്തേക്ക് വരും അല്ലേ. സിൻസ് ഇറ്റ് ഇസ് എ റേഷ്യോ, നമുക്ക് എന്ത് ചെയ്യാം, 3 വെച്ച് മൊത്തത്തിൽ കട്ട് ചെയ്യാം. ഇവിടെ 3 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 3 വരും, ഇവിടെ 3 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 വരും, ഇവിടെ 3 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ വീണ്ടും 2 വരും അല്ലേ. റെഡി, ഓക്കെ അല്ലേ. ശരി 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 ഷോ. സോ പിന്നെ നമുക്ക് കട്ട് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ നമുക്ക് 2 വെച്ച് ഒരു തവണ ഇവിടെ കട്ട് ചെയ്യാം. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 24 വരും, ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 20 വരും, ഇവിടെ 30 വരും, ഇവിടെയോ 33 വരും അല്ലേ. ശരി, ഒരു തവണ കൂടെ കട്ട് ചെയ്യാം. ഇവിടെ 12 വരും, രണ്ടുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ. ഇവിടെയോ 10 വരും, ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 15 വരും, ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇത് പോകും. സോ 12 12ഉം 30ഉം എത്ര വരും, 40. One sec, there is some problem with this question. Wait. So listen, ഫസ്റ്റത്തെ 48,000, അടുത്ത എത്രയാ, 60,000 അല്ലേ. 60,000 ആണ് വരുന്നത്. 48K പ്രോഫിറ്റ് ആണ് പറയുന്നത്. 48K ഇൻറ്റു എത്ര വരും, 3 പ്ലസ് 40K ഇൻറ്റു എത്ര വരും, 9 വരും. ഇവിടെയാണെങ്കിൽ 60K ഇൻറ്റു 6 പ്ലസ് 66K ഇൻറ്റു 6 വരും അല്ലേ. റെഡി. സോ നമ്മൾ 3 വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 20 വരും, ഇവിടെ 3 വരും, ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ആണെങ്കിലോ, ഇവിടെ 66ന് കട്ട് ചെയ്യുമ്പോൾ 22 വരും അല്ലേ. ദെൻ എഗെയിൻ ഒരു 3 കൊണ്ട് കൂടെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 2 വരും, ഇവിടെയും 2 വരും, ഇവിടെ 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇത് പോവും, ഇവിടെ 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 16 വരും അല്ലേ. സോ കെ ഒക്കെ ഓൾറെഡി കട്ടാണ് കേട്ടോ. 16 പ്ലസ് 40 എത്ര വരും, ഇവിടെ 56 വരും. ആൻഡ് 20 ഇൻറ്റു 2 എത്ര, 40, 40ഉം 44 എത്ര വരും, ഇവിടെ 84 വരും. സോ നിങ്ങൾ 28 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും, 28 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേഷ്യോ എത്ര വരും, 2:3 എന്ന റേഷ്യോയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ക്ലിയർ. അതായത് 56, 2, 28, 56 ആണ്. അതുപോലെ 84 എന്ന് പറഞ്ഞാൽ എന്താ, 3, 28 എന്ന് പറഞ്ഞാൽ എന്താണ്, 84 ആണ്. ക്ലിയർ, ഓക്കെ അല്ലേ. സോ 2:3 എന്ന റേഷ്യോയിൽ വരും. സോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 2 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, അതായത് എക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 2 യൂണിറ്റ്, അത് എത്രയാണ്, 12,000 ആണ്. 2 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 12,000 ആണ്. സോ നമുക്ക് കിട്ടുന്ന ടോട്ടൽ പ്രോഫിറ്റ് ആണ്. അപ്പോൾ എത്ര വരും, 2 പ്ലസ് 3 അല്ലെ, 5 യൂണിറ്റ് വരും. 5 യൂണിറ്റ് ഇസ്വൾ എത്ര വരും, 12,000 ഇൻറ്റു 2, 2 5ലേക്ക് എത്രയാണ്, ഇൻറ്റു 2.5 ആണ് അല്ലെ. അതുപോലെ ഇൻറ്റു 2.5 ചെയ്യുമ്പോൾ 12 ഇൻറ്റു 5, 12 ഇൻറ്റു 5 60 ആണ്. 60/2 എത്ര വരും, 30,000 വരും. സോ 30,000 ആയിരിക്കും ടോട്ടൽ പ്രോഫിറ്റ്, നിങ്ങളുടെ ആൻസർ എന്ന് പറയും കേട്ടോ. ഓക്കെ, സോ എ ആൻഡ് ബി ഉള്ള കേസാണ് പറഞ്ഞിട്ടുള്ളത്. എ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, 48,000 ആണ്. ബി ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്രയാണ്, 60,000 ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആഫ്റ്റർ 3 months എ വിഡ്രോൺ എത്ര, 8,000 വിഡ്രോൺ ചെയ്തു. വൈൽ ബി ഇൻവെസ്റ്റ് എത്ര, 6,000 ഇൻവെസ്റ്റ് ചെയ്തു. ആഫ്റ്റർ 6 months ഓഫ് സ്റ്റാർട്ടിംഗ് ഓഫ് ബിസിനസ് എന്ത് ചെയ്തു, 6,000 കൂടെ ആര് ഇൻവെസ്റ്റ് ചെയ്തു, ഇയാൾ ഇൻവെസ്റ്റ് ചെയ്തു. 3 months ശേഷം എ 8,000 വിഡ്രോ ചെയ്തു. ആ കേസിൽ എന്താണ്, 6,000 ആര് ഇൻവെസ്റ്റ് ചെയ്തു. 6 മാസത്തിന് ശേഷം ആര് 6,000 ഇൻവെസ്റ്റ് ചെയ്തു, ബി 6,000 ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ എ 48 ആണ്, എ 60,000 ആണ്. അപ്പൊ 48 3 മാസത്തേക്ക്, പിന്നെന്താണ് 8 വിഡ്രോ ചെയ്തിട്ട് 40 എത്ര, 9 മാസത്തേക്ക്.
ബാക്കി 9 മാസമാണ് ഒരു വർഷത്തേക്കുള്ളത്. ഇവിടെ 60K എത്രയാ? ഫസ്റ്റ് 6 മാസത്തേക്ക് ഒരു 6K കൂടി കൂട്ടി 66K എന്ത് പിന്നത്തെ 6 മാസത്തേക്ക്. സോ 56:84 ദാറ്റ് ഈസ് 2:3 വരും. റെഡി? അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ പറയുന്നത് വെച്ചാൽ 2:3 റേഷ്യോയിലാണ് എന്ത് നമ്മൾ പ്രോഫിറ്റ് കിടക്കുന്നത് അല്ലെ. അപ്പൊ 2 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 12,000 ആണ്. അപ്പൊ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എന്ത് വരും? 2+3 5 യൂണിറ്റ് വരും. 5 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 2 5ലേക്ക് എന്താണ്? ഇൻറ്റു 5/2 ആണ്. അതായത് എന്ത്? ഇൻറ്റു 2.5. അത് ചെയ്യുമ്പോൾ എന്ത് വരും? ഇൻറ്റു 5/2 ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? 12 × 5 60 വരും. 60/2 30,000 വരും ആൻസർ കേട്ടോ. So A and B enter into a business. A and B enter into a business with 50,000 and 60,000 ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് എത്ര വരുന്നത് മക്കളെ? 50,000 വരുന്നുണ്ട്. ഇവിടെ എത്ര? 60,000 വരുന്നുണ്ട്. സി ജോയിൻസ് ആഫ്റ്റർ എക്സ് മന്ത്. എക്സ് മാസത്തിന് ശേഷമാണ് സി ജോയിൻ ചെയ്യുന്നത്. ആൻഡ് കോൺട്രിബ്യൂട്ടിംഗ് എത്ര? 70,000. ആൻഡ് ബി ലീവ്സ് എക്സ് മന്ത് ബിഫോർ ദ എൻഡ് ഓഫ് ദി ഇയർ. എൻഡിന്ന് എത്ര? എക്സ് മന്ത് കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ആര് ഇറങ്ങിപ്പോകുന്നു? സി ഇറങ്ങിപ്പോകുന്നു. ആൻഡ് ദ പ്രോഫിറ്റ് വാസ് ഡിവൈഡഡ് ഇൻ ദ റേഷ്യോ 20:18:21. 20:18:21 ആണ് എന്ത്? പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്തത്? ഡിവൈഡ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ടൈമിന്റെ റേഷ്യോ കണ്ടാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ശരി. മൊത്തം എത്രയാണ്? 12 മാസമാണെന്ന് പറഞ്ഞു അല്ലെ. 12 മാസം നിന്ന ആളാരാണ്? എ മാത്രമാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. എ, ബി, സി ഇങ്ങനെ 3 ആൾക്കാരുണ്ട് അല്ലെ. ഇൻവെസ്റ്റ്മെന്റ്സ് എങ്ങനെ വരും? ഇൻവെസ്റ്റ്മെന്റ്സിന്റെ റേഷ്യോ എന്ത് വരും? എ എത്രയാ? 50,000, 60,000, 70,000. 5:6:7 കൊടുത്തു ഞാൻ. ഓക്കെ, പ്രോഫിറ്റിന്റെ റേഷ്യോ എത്രയാ? 20, 18, 21. നമുക്കറിയാം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? I × T ആണ്. സോ ടി എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇവിടെ 20/5 എത്ര വരും? 4 വരും. ഇവിടെ 16/3 എത്ര വരും? 18/6 എത്ര വരും? 18/6 എത്ര വരും? 3 വരും. ഇവിടെ 21/7 എത്ര വരും? 3 വരും. ഓക്കെ, 4:3:3 വരും. ഓക്കെ, സോ ഇവിടെ 4 യൂണിറ്റ്സ് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 12 ആണ് അല്ലെ. ബിക്കോസ് എന്താണ്? എ എന്ത് ചെയ്യുന്നുണ്ട്? 12 മാസം നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെ. എ എത്ര മാസം നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? 12 മാസം എ നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെ. എ 12 മാസം നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്തത്? നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? 4 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? സിംപിളി 12 ആണ്. 4 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 12 ആണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. സോ ഇൻറ്റു 3 കൊടുക്കുക. ഇവിടെ ഇൻറ്റു 3 ചെയ്യുമ്പോൾ എത്ര വരും? 9 വരും. ഇതും എത്ര വരും? 9 വരും. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 12, 9, 9. സോ അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയാ? 12 9ലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര? എക്സ് ഈക്വൽ ടു 3 മന്ത്സ് ആണ്. 3 മാസം കുറവാണ് ബിയും സിയും ജോലി ചെയ്തത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് സെറ്റ് അല്ലേ? അതായത് ടൈമിന്റെ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ ഒരാളുടെ ടൈം നമുക്ക് അറിയാം. ബിക്കോസ് എ ഫുൾ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം അല്ലേ. അപ്പൊ ഏടത് 12 ആണെങ്കിൽ ഇൻറ്റു 3 ആണ് ഇവിടെ വരുന്നെങ്കിൽ അതേ മൾട്ടിപ്ലിക്കേഷൻ ഏതിനും വരും? അപ്പുറത്തപ്പുറത്തൊക്കെ വരും കേട്ടോ. റെഡി? എ, ബി ആൻഡ് സി ആർ ഇൻടു എ ബിസിനസ് വിത്ത് ക്യാപിറ്റൽസ് 5,000, 6,000 ആൻഡ് 4,000 റെസ്പെക്റ്റീവ്ലി. എത്രയാണ്? 5,000, 6,000 ആൻഡ് 4,000 റെസ്പെക്റ്റീവ്ലി. ഇഫ് എ ഗെറ്റ്സ്, എക്ക് എന്ത് കിട്ടുന്നുണ്ട്? എ ഗെറ്റ്സ് 30% ഓഫ് പ്രോഫിറ്റ് ഫോർ മാനേജിങ് ദ ബിസിനസ്. ബിസിനസ് മാനേജ് ചെയ്യുന്നതിന് എക്ക് എത്ര കിട്ടുന്നുണ്ട്? A gets 30% of profit for managing the business and the balance is divided in the proportion of their capitals. At the end of the year, A gets 200 more than B and C together. Find the total profit എന്നാണ് ക്വസ്റ്റ്യൻ. സോ അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഒരു ബിസിനസ്സിൽ എന്തുണ്ടാവും? വർക്കിംഗ് പാർട്ട്ണറും ഉണ്ടാവും, വർക്ക് ചെയ്യാത്ത പാർട്ട്നേഴ്സും ഉണ്ടാവും അല്ലെ. വർക്കിംഗ് പാർട്ട്ണറും ഉണ്ടാവും, അതുപോലെ എന്തുണ്ടാവും? വർക്ക് ചെയ്യാത്ത പാർട്ട്നേഴ്സും കൂടി ഉണ്ടാവും. സോ രണ്ടും നമ്മൾ നോക്കേണ്ടതാണ്. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് ഫൈവ് 6:7 അല്ലേ? 7 ആണ്. സോറി 4 ആണ്.
സോ ഈ റേഷ്യോയിലായതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ 5, 6, 4 ഒരു വർഷത്തേക്കായതുകൊണ്ട് ഇതേ റേഷ്യോയിൽ തന്നെ ആയിരിക്കും പ്രോഫിറ്റ് കിടക്കുന്നത് അല്ലേ. 5 + 6 + 4 എത്ര? 15 അല്ലേ. 5 + 6 + 4 എത്ര? 15. ഞാൻ അപ്പം എന്ത് ചെയ്തു? ടോട്ടൽ പ്രോഫിറ്റ് ഒരു 150 യൂണിറ്റ്സ് ആയിട്ട് അങ്ങോട്ട് എടുത്തു. ടോട്ടൽ പ്രോഫിറ്റ് 150 യൂണിറ്റ്സ് ആണെങ്കിൽ അതിൽ 30% ഞാൻ ആർക്ക് കൊടുക്കണം? ഫസ്റ്റ് തന്നെ എക്ക് കൊടുക്കണം അല്ലേ. എക്ക് ഒരു 30% ഫസ്റ്റ് തന്നെ അലോട്ട് ചെയ്ത് വെക്കണം. ബിക്കോസ് ഹീസ് എ വർക്കിംഗ് പാർട്ട്ണർ. സോ ഒരു 10% എന്ന് പറഞ്ഞാൽ എത്രയാ? 15. 30% എന്ന് പറഞ്ഞാൽ എത്ര വരും? 45 വരും. ഓക്കെ, 45 വരും. സെറ്റ് അല്ലേ? സോ റിമൈനിങ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്. റിമൈനിങ് ആയിട്ടുള്ള 105 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത് ഈ റേഷ്യോയിൽ. അപ്പോൾ അത് എ ബി സി, എ ബി സി 3 പേർക്കും ഡിവൈഡ് ചെയ്തു. എക്ക് എത്ര കിട്ടും? 15 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 105 ആണ് അല്ലെ. 15 യൂണിറ്റ് 105 ആണെങ്കിൽ ഒരു യൂണിറ്റ് 7 വരും കേട്ടോ. ഒരു യൂണിറ്റ് 7 വരുവാണെങ്കിൽ എക്ക് ഇവിടെ എത്ര കിട്ടും? 35 കിട്ടും. ബിക്ക് എത്ര കിട്ടും? 6 യൂണിറ്റ് എത്ര കിട്ടും? 42. സിക്കോ 28 കിട്ടും. ഓക്കെ, എക്ക് ഈ 35ഉം 40ഉം കൂടെ ടോട്ടൽ എത്ര കിട്ടി? 80 കിട്ടി അല്ലെ. 80 യൂണിറ്റ് എത്ര ആർക്ക് കിട്ടി? എക്ക് കിട്ടി. സോ ബിക്കും സിക്കും കൂടെ എത്ര കിട്ടുന്നത്? ബിക്കും സിക്കും കൂടെ എത്ര കിട്ടുന്ന മക്കളെ? 42 + 28. 42 + 8 50, 70 കിട്ടും. സോ ഇവർക്കിടയിലെ ഡിഫറൻസ് എത്രയാ? 80ന്റെയും 70ന്റെയും 10 യൂണിറ്റ് അല്ലേ. 150 യൂണിറ്റ് ഞാൻ ടോട്ടൽ പ്രോഫിറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 45 യൂണിറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. 35 യൂണിറ്റ് ഇതാ ഇങ്ങനെയും ഏക്ക് കിട്ടുന്നുണ്ട് പ്രോഫിറ്റിൽ നിന്ന്. സോ അങ്ങനെയാണെങ്കിൽ 80 യൂണിറ്റ് ടോട്ടലി ഏക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. സോ അതിലെ മാർജിൻ എന്താണ്? ബിയുടെയും സിയുടെയും പ്രോഫിറ്റിന്റെയും ഇവിടെ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ബിക്കും സിക്കും കിട്ടുന്നതിനേക്കാൾ 200 രൂപ എന്ത് ചെയ്യുന്നുണ്ട്? ഏക്ക് കൂടുതൽ കിട്ടുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 10 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 200 രൂപയല്ലേ? ആണ്. സോ അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? ടോട്ടൽ പ്രോഫിറ്റ് ആണ്. ടോട്ടൽ പ്രോഫിറ്റ് നമ്മൾ എത്ര എടുത്ത്? 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 150 യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവിടെയും 15 കൊണ്ട് മൾട്ടിപ്ലൈ എത്ര വരും? ഇൻറ്റു 15 ചെയ്താൽ 2 × 15 30. 3000 വരും കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? സോ ഈ രീതിയിലാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ മറ്റൊരു രീതി കൂടെ ഉണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. സോ ഞാൻ ആ രീതിയിൽ എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ശ്രദ്ധിക്കാം അപ്പം എല്ലാവരും. എ ബി സി entered into a business by investing 12, 15, 18 റെസ്പെക്റ്റീവ്ലി. എ ഈസ് എ വർക്കിംഗ് പാർട്ട്ണർ. എക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 15% പൈസ കിട്ടുന്നുണ്ട് ഓഫ് ദ ആനുവൽ പ്രോഫിറ്റ്. ഇഫ് സി ഗോട്ട് 10,200, സിക്ക് കിട്ടിയ എത്രയാണ്? 10,200 ആണ് കേട്ടോ. സിക്ക് കിട്ടിയ എത്രയാണ്? 10,200 ആണ് ഫ്രം ആനുവൽ പ്രോഫിറ്റ് ആസ് ഹിസ് ഷെയർസ്. വാട്ട് എമൗണ്ട് എ ഗെറ്റ്സ് ഫ്രം ദ ആനുവൽ പ്രോഫിറ്റ്? എക്ക് എത്ര രൂപ കിട്ടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എ ആരാണ്? വർക്കിംഗ് പാർട്ട്ണർ ആണ് അല്ലേ. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എ ബി സി ഇങ്ങനെ എഴുതിയാൽ അപ്പോ 5:, അതായത് സോറി റേഷ്യോ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം നോക്ക്. എ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന മക്കളെ? ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ ആണ് 12K. ബിയോ 15K. സിയോ 18K. 3നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര വരും? മീൻസ് 4:5:6 വരും. 4:5:6 വരും അല്ലേ. 4:5:6 വരും. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഈ 15% ആണ് എന്തെന്ന് പറയുന്നത്? 15% ആണ് എന്തെന്ന് പറയുന്നത്? കമ്മീഷൻ അല്ലെങ്കിൽ എന്താണ്? വർക്കിംഗ് പാർട്ട്ണർ കിട്ടുന്ന എക്സ്ട്രാ എമൗണ്ട് എന്ന് പറയുന്നത് 15% ആണ്. എത്ര? 3/20 ആണ്. ഞാൻ അപ്പം എന്ത് ചെയ്തു? ഇതിനെ എല്ലാത്തിനെയും 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പൊ എത്ര വരും? ഇവിടെ 80, ഇവിടെ 100, ഇവിടെയോ 120. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ശരി. സോ എന്ത് ചെയ്യണം? ഇതിന്റെ ഒക്കെ 15% ആർക്ക് കൊടുക്കണം? ബിയുടെ 15%. അതായത് ബിക്ക് കിട്ടുന്ന ആക്ച്വൽ എമൗണ്ട് എത്ര നമുക്ക് കിട്ടിയിട്ടില്ല അല്ലേ.
ശരിക്കും കിട്ടേണ്ട ഈ കമ്മീഷൻ ഇല്ലായിരുന്നെങ്കിൽ, അതായത് എന്താണ് 15% എ കൊടുക്കണ്ടായിരുന്നെങ്കിൽ കിട്ടുന്ന എമൗണ്ട് ആണ് ഇത് 80, 100, 120. അപ്പൊ ഇയാൾ എന്ത് ചെയ്യണം? 15% ഇയാൾക്ക് കൊടുക്കണം അല്ലെ? സോ ഈ 100ന്റെ 15% എത്ര വരും? 15. 100ന്റെ 15% എത്ര വരും? 15. 120ന്റെ 15%, 10% 12 ആണ്, 5% 6, എത്ര വരും? 18 വരും. സോ അത് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും എമൗണ്ട്? 85. ഇവിടെയോ 102. ഇവിടെ എത്ര വരും? ഇവിടെ എത്ര വരും? എക്സ്ട്രാ ഒരു 33 കൂടെ കിട്ടും അല്ലെ? എക്സ്ട്രാ 33 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 113 കിട്ടും. സോ ഇവിടെ 102 ഇക്വലന്റ് ആയിട്ട് എത്ര എമൗണ്ടാ പറഞ്ഞിട്ടുള്ളത്? സിക്ക് കിട്ടുന്ന എത്ര? 102 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര എമൗണ്ടാ പറയുന്നത്? 102,000 എമൗണ്ടാ പറയുന്നത് അല്ലെ? സോ സിക്ക് കിട്ടുന്ന എത്ര ആയിരിക്കും? 85,000. ഇയാൾക്ക് കിട്ടുന്നതോ 113,000. സോ എക്ക് കിട്ടുന്ന എമൗണ്ട് എത്ര ആയിരിക്കും? 113,000 ആയിരിക്കും. അപ്പൊ ഈ രീതിയിൽ കൂടെ എന്ത് ചെയ്യാം? ഈ ടൈപ്പ് ഓഫ് പ്രോഫിറ്റിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? സോറി, പാർട്ണർഷിപ്പിന്റെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? നമുക്ക് ഈ രീതിയിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത അവരുടെ ലോവർ റേഷ്യോ എടുക്കുക. then എത്രയാണ് എന്ത് ചെയ്യുന്നത്? വർക്കിംഗ് പാർട്ണറിന് കിട്ടുന്ന കമ്മീഷൻ എന്ന് നോക്കുക. അതിന്റെ എന്ത് ചെയ്യുക? റേഷ്യോയിൽ ഡിനോമിനേറ്ററിൽ ഒരു നമ്പർ എത്രയാണോ ആ നമ്പർ കൊണ്ട് എന്ത് ചെയ്യുക? ഇവരെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും? 80, 100, 120 എന്ന് വരും. എന്നിട്ട് ബിയും സിയും എന്ത് ചെയ്യണം? ആ ഒരു എമൗണ്ട് ആർക്ക് കൊടുക്കണം? ആ പെർസെന്റേജ്, എത്ര പെർസെന്റേജ് ആണോ എന്ന് വർക്കിംഗ് പാർട്ണറിന് കിട്ടുന്ന എക്സ്ട്രാ കിട്ടുന്ന ആ എമൗണ്ട് കൊടുക്കണം. അപ്പോൾ 100ന്ന് 15% കൊടുത്തപ്പോൾ എത്ര? 15 ഇവിടെ എത്തി. ഇവിടെ 85 മാറി. 120ന്ന് 15% കൊടുത്തപ്പോൾ 18 രൂപ അങ്ങോട്ട് പോയി. 102 യൂണിറ്റ്സ് ബാക്കി വന്നു. സോ 110 മൊത്തം എത്ര വന്നു? 113 യൂണിറ്റ്സ് ആണ്. 113 ഇവിടെ 102 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 102 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 10,200 ആണ്. 2 പൂജ്യം എക്സ്ട്രാ വരും. അപ്പൊ അതായത് 2 പൂജ്യം എന്ത് വരും? എല്ലാവരുടെയും പ്രോഫിറ്റിൽ എക്സ്ട്രാ വരും. ഓക്കെ, സോ എയുടെ ആനുവൽ പ്രോഫിറ്റ് എത്ര വരും? 113,000. സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സ്ലീപ്പിംഗ് പാർട്ട്ണർ ആൻഡ് വർക്കിംഗ് പാർട്ട്ണർ. ഇഫ് ബി ഈസ് സ്ലീപ്പിംഗ് പാർട്ട്ണർ ആൻഡ് എ ഈസ് വർക്കിംഗ് പാർട്ട്ണർ. സ്ലീപ്പിംഗ് പാർട്ട്ണർ മീൻസ് വർക്ക് ചെയ്യാത്ത പാർട്ട്ണർ കേട്ടോ, ജസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. എ എത്ര? 5,000 ഇട്ടു, ബി 6,000 ഇട്ടു. ഓക്കെ, അപ്പൊ വർക്കിംഗ് പാർട്ട്ണർ എത്ര? ആരാണ്? എ ആണ്. അപ്പോൾ എ receives 12/1/2 of the profit for managing the business. Okay, working partner എന്ന് പറഞ്ഞാൽ ബിസിനസ് മാനേജ് ചെയ്യുന്ന ആളായിരിക്കുമല്ലോ അല്ലെ? മാനേജിങ് ദ ബിസിനസ്. റെസ്റ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ദ പ്രൊപ്പോർഷൻ ഓഫ് ദ ക്യാപിറ്റൽസ്. റെസ്റ്റ് എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്യുന്നു? അവർ ക്യാപിറ്റലിന്റെ പ്രൊപ്പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. എസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇസ് ഹൗ മച്ച്? എയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയായിരിക്കും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ പ്രോഫിറ്റ് 880 ആണ്. സോ വീണ്ടും എ ബി, വീണ്ടും എ ബി വന്നു. എ ബി രണ്ടുപേര് വന്നു. എ ഇൻവെസ്റ്റ് ചെയ്യുന്ന 5,000 ആണ്, ബി ഇൻവെസ്റ്റ് ചെയ്യുന്ന 6,000 ആണ്. സോ റേഷ്യോ 5:6. സോ 12/1/2 എന്ന് പറഞ്ഞാൽ എന്നതാണോ? അവരുടെ റേഷ്യോ എത്രയാണ്? 1/8 ആണ് അല്ലെ? 12/1/8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/8 ആണ് അവരുടെ റേഷ്യോ വരുന്നത് അല്ലെ? 12/1/2% എന്ന് പറഞ്ഞാൽ അതിന്റെ റേഷ്യോ എത്ര വരുന്നത്? 1/8 ആണ് വരുന്നത്. സോ 8 കൊണ്ട് എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്തു? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ 40 വന്നു. ഇതിനെ മൾട്ടിപ്ലൈ എത്ര വന്നു? 48 വന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ശരി. സോ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 88 വരും അല്ലെ? 880 വന്നു അല്ലെ? ശരി. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇയാളുടെ പ്രോഫിറ്റിന്റെ എത്ര ഇവർക്ക് കൊടുക്കണം? 1/8 പോർഷൻ. 48ന്റെ 1/8 എന്ന് പറഞ്ഞാൽ എത്ര വരും? 48ന്റെ 1/8 എന്ന് പറഞ്ഞാൽ എത്ര വരും? 6 വരും. 6 ഇങ്ങോട്ട് കൊടുക്കണം. അപ്പൊ ഇവിടെ എത്രയാവും? ഇവിടെ 46 ആവും. ഇവിടെയോ 42 ആവും. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. ഓക്കെ, പക്ഷെ ഉള്ളവൻ ഇപ്പൊ ഇല്ലാത്തവനായി മാറി അല്ലേ? ഓക്കെ, സോ എത്ര വന്നു? 46 പ്ലസ് 42 അല്ലെ? 46 പ്ലസ് 42 എത്ര? 88 യൂണിറ്റ് ആണ് എന്ത്? ടോട്ടൽ പ്രോഫിറ്റ് ആയിട്ടുള്ള 880 എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് എത്ര വരും? ഒരു യൂണിറ്റ് 10 എന്ന് വരും. സോ ആ 10 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാൽ മതി. 460 ഇവിടെയും വരും, 420 ഇവിടെ വരും, ഇവിടെയും വരും. ഓക്കെ, ദാറ്റ് ഇസ് ദ പ്രോഫിറ്റ് ഓഫ് എ ആൻഡ് ബി. ഓക്കെ, ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? അപ്പൊ എയുടെ പ്രോഫിറ്റ് ആണ് ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത് 460 കേട്ടോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ ബി സി സ്റ്റാർട്ടഡ് എ ബിസിനസ് ബൈ ഇൻവെസ്റ്റിംഗ് 24,000 32,000 ആൻഡ് 18,000. സ്റ്റാർട്ടഡ് എ ബിസിനസ് ബൈ ഇൻവെസ്റ്റിംഗ് എമൗണ്ട് എത്രയ്ക്കാണ്? 24,000 32,000 ആൻഡ് 18,000 റെസ്പെക്റ്റീവ്ലി. എ ആൻഡ് ബി ആർ ആക്റ്റീവ് പാർട്ട്നേഴ്സ്. എയും ബിയും എന്താണ്? ആക്റ്റീവ് പാർട്ട്നേഴ്സ് ആണ്. 15% ഓഫ് ഗെറ്റിംഗ് 15% ആൻഡ് 12% ഓഫ് ടോട്ടൽ പ്രോഫിറ്റ്. ടോട്ടൽ പ്രോഫിറ്റിന്റെ 15% 12% വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇവർക്ക് രണ്ടുപേർക്കും കിട്ടുന്നുണ്ട്. ഓക്കെ, and out of the remaining profit is distributed among them on the ratio of their investment. C get 657,000. സിക്ക് എത്ര കിട്ടി? 657,000 എമൗണ്ട് എന്ത് ചെയ്തു? സിക്ക് കിട്ടി എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കണം. യെസ്, സോറി, അവരുടെ ടോട്ടൽ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, സോ എ ബി സി. ഓക്കെ, എ 24,000 24 എടുക്കാം അല്ലെ, 32,000 32 എടുക്കാം, 18,000 18 എടുക്കാം. സിംപ്ലസ്റ്റ് റേഷ്യോയിൽ മാറ്റുമ്പോൾ 12 16 9 12 16 9 വരും. ഓക്കെ, ക്ലിയർ? ശരി 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 ശരി. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ മൊത്തം എത്രയാ? 12 + 16 എത്രയാ? 28. മൊത്തം എത്ര? 37 യൂണിറ്റ്സ് ആണ് അല്ലെ. സ്വന്തം 37 യൂണിറ്റ്സ് ആണ് ടോട്ടൽ വരുന്നത് അല്ലെ. സോ 50 കുറച്ച് കഴിഞ്ഞാൽ 0.63 × 9 0.63 × 9 നിങ്ങൾ ചെയ്ത് നോക്കിയാൽ 0.63 × 9 നിങ്ങൾ ചെയ്ത് നോക്കിയാൽ എത്ര കിട്ടും? നിങ്ങൾക്ക് 6.57 യൂണിറ്റ്സ് കിട്ടും. ഓക്കെ, 6.57 യൂണിറ്റ്സ് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ആ 6.57 യൂണിറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഒന്നുമില്ല. അതായത് എത്ര വന്നു? അതായത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ 9ന് എത്ര കുറയ്ക്കണം? 27% കുറയ്ക്കണം. 9ന് 27% കുറയ്ക്കണം എന്നുള്ളതാണ് അല്ലെ. സോ 9ന് 27% കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ലേശം ഹൈലി ടാസ്ക് ആണ് അല്ലെ. ഈ 9ന് 27% കുറച്ചിട്ട് ബാക്കി 63% കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഇതിന് വരെ ലേശം വലിയ നമ്പേഴ്സ് എടുക്കാം. ഞാൻ എന്തെടുത്തു നോക്കിയോ? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, 1200. ഇവിടെയോ 1500. ഇവിടെയോ 900. സോ മൊത്തം എത്ര കുറയ്ക്കണം? 900ന് 27% കുറച്ചിട്ടുള്ളതാണ്. 900 യൂണിറ്റ്സിൽ നിന്ന് 27% കുറച്ചാലാണ് എന്ത് വരിക? ആരുടെ പ്രോഫിറ്റ് വരിക? ആരുടെ പ്രോഫിറ്റ് വരിക? സിയുടെ പ്രോഫിറ്റ് വരിക. ബിക്കോസ് സി ഒരു സൈലന്റ് പാർട്ണർ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? സി ഇവർക്ക് രണ്ടുപേർക്കും 15% 12% വെച്ച് കൊടുക്കണം. മൊത്തത്തിൽ 27% കൊടുക്കണം. സോ 900 ഇൻറ്റു 27 കുറഞ്ഞാൽ എന്ത് എത്ര വരും? 27 കുറഞ്ഞാൽ എത്ര വരും? ബാക്കി 73 അല്ലെ. 73/100. സോ 0 0 തട്ടിപ്പോയി. 73 × 9 എത്ര വരും? 73 × 9 എന്ന് പറഞ്ഞാൽ 657 വരും. ഓക്കെ, 657 വരും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 70 × 7 × 9 എത്ര വരും? 63 അല്ലെ. 63 × 630 630ഉം 27 എത്ര വരും? 657 യൂണിറ്റ്സ്. 657 യൂണിറ്റ്സ് വരും. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണ് കിട്ടുന്നത്? 657,000 ആണ് കിട്ടുന്നത് അല്ലെ. 657,000 ആണ് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. സോ ടോട്ടൽ എമൗണ്ട് എത്രയായിരിക്കും എന്നതാണ് ചോദ്യം. ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാ? 12ഉം 15ഉം 27 27ഉം സോറി 12ഉം 16 കേട്ടോ. 12ഉം 16 12ഉം 16ഉം എത്ര? 28 37 3700 യൂണിറ്റ്സ് ആണ് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3700 യൂണിറ്റ്സ് ആണ് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇവിടെ എത്രയാ നമ്മൾ 100 കൊണ്ടല്ല മൾട്ടിപ്ലൈ ചെയ്ത് ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 100 ആണെന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ 3700 ഒരു 00 ഇങ്ങോട്ട് വരും ഇൻറ്റു 100 വരും. ബിക്കോസ് 657 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ ഇവിടെ 657 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 657 ആണ്. സോ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും? ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 100 വരും. അപ്പോൾ ഇവിടെ എത്ര വരും? 3700 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 3700 20. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ക്ലിയർ. സോ എ ബി സി, എയുടെ 24, ബിയുടെ 32, സിയുടെ 18. സോ അവരുടെ റേഷ്യോ വരും 12:16:9 വരും. സോ 12 + 16 28, 28 + 9 37 വരും. സോ ഞാൻ ഫോർ ദ കൺവീനിയൻസ് 1200 യൂണിറ്റ്, 1600 യൂണിറ്റ്, 900 യൂണിറ്റ് എടുത്തു. ഓക്കെ, 900 യൂണിറ്റിന്റെ എത്രയാണ്? 15 12 27% നമ്മൾ എന്ത് ചെയ്യണം? ബിക്കും സിയും ആയിട്ട് സപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ നമ്മൾ ഇത് കണ്ടുപിടിക്കാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ ബിക്കും സിക്കും ആക്ച്വലി എത്ര കിട്ടുന്നുണ്ട് കണ്ടുപിടിക്കാത്തതിന് കാരണം അത് ചോദിച്ചിട്ടില്ല, ടോട്ടൽ പ്രോഫിറ്റ് ചോദിച്ചിട്ടുള്ളത്. സോ എങ്ങനെയെങ്കിലും ഒരു യൂണിറ്റ് എത്ര എന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ബാക്കി കിട്ടുന്ന എത്രയായിരിക്കും? 27% കുറച്ചാൽ 900ന്റെ 73% ആയിരിക്കും. 900ന്റെ 73% എന്ന് പറയുന്നത് വരും 657 വരും. അപ്പൊ 657 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 65,700 ആണ്. അതായത് സിക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു യൂണിറ്റ് എത്ര വരും? 1000 വരും. അങ്ങനെയാണ് ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? 1200, 1200, 2200 പ്ലസ് 900, 3700 യൂണിറ്റ് അല്ലേ. ടോട്ടൽ പ്രോഫിറ്റ് 3700 യൂണിറ്റ്സ് കിടന്നു വരും. 3700 ഓക്കെ, താങ്ക് യു. സോ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കാം കേട്ടോ.